അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ചിത്രങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഒന്ന്, മലയാള സിനിമയുടെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയൊരു ചിത്രമാണ് ദൃശ്യം. ദൃശ്യം 1 ആണ് കോടികളുടെ കണക്ക് പറയാൻ തുടങ്ങിയത്. ജിത്തു മോഹൻലാൽ ടീം ഒന്നിച്ചപ്പം ആദ്യഘട്ടത്തിൽ ചെറിയ ചിത്രമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ചിത്രം തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷമാണ് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത്. ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി പിന്നെ മാറുകയായിരുന്നു. ദൃശ്യം എനിക്ക് തോന്നുന്നു എത്ര ഭാഷകളിൽ തന്നെ ഈ ചിത്രം റീമേക്ക് ചെയ്തതെന്ന് അറിയാൻ വയ്യ. അതുപോലെ തന്നെ ചൈനീസിലും കൊറിയയിലും വിദേശ മാർക്കറ്റിലും ദൃശ്യത്തിന് ഭയങ്കര മാർക്കറ്റ് വന്നു. അത് ജിത്തു എന്ന് പറയുന്ന സംവിധായകൻ്റെ കഴിവ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒത്തിരി ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും സൂപ്പർ ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയ ഒരു സംവിധായകൻ തന്നെയാണ് ജിത്തു. പക്ഷേ ദൃശ്യം വന്നതിന് ശേഷമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എന്തുമാത്രം ഉയർന്നു എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ജിത്തുവിൻ്റെ ഓരോ പടത്തിനു വേണ്ടി നമ്മൾ കാത്തിരുന്നു. ജിത്തു മോഹൻലാൽ ടീം എനിക്ക് തോന്നുന്നു ദൃശ്യം കഴിഞ്ഞ് 12th മാൻ അത് OTT ആയിരുന്നു. അതും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയ ചിത്രമാണ്. അപ്പോൾ ജിത്തുവിൻ്റെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു ദൃശ്യം. അതുപോലെ മലയാള സിനിമയ്ക്കും ദൃശ്യം വളരെ മികച്ച ഒരു പങ്ക് വഹിച്ചു. അന്താരാഷ്ട്ര തലത്തിലൊക്കെ ദൃശ്യം ശ്രദ്ധിക്കപ്പെടുന്നു. ആദ്യത്തെ 50 കോടി ചിത്രമാണ് ദൃശ്യം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 100 കോടി എന്ന് വേണമെങ്കിൽ പറയാം. ദൃശ്യം ഏകദേശം 80 കോടിയോളം തിയേറ്ററിൽ നിന്ന് നേടി. അതിൻ്റെ OTT ബിസിനസ്സും എല്ലാം കൂടെ ചേർത്താണെങ്കിൽ ഒരു 100 കോടിക്ക് മുകളിൽ കിട്ടിയ ഒരു ചിത്രമാണ് ദൃശ്യം. അപ്പോൾ അതിന് ശേഷം ദൃശ്യത്തിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു. അത് പക്ഷേ OTTയിലാണ് എത്തിയത്. തിയേറ്ററിലൊക്കെ അടഞ്ഞിരിക്കുന്ന ലോക്ക്ഡൗണൊക്കെ ഉള്ള സമയത്താണ് ദൃശ്യം 2 എത്തുന്നത്. ഒരു വലിയ വ്യവസായമാണ്. അവിടെ ആൾക്കാർ സാമ്പത്തികമായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പം അവരെ രക്ഷപ്പെടുത്താനും കൂടിയാണ് ദൃശ്യം 2 ഇറങ്ങുന്നത്. അത് OTTക്ക് തന്നെ നേരത്തെ കൊടുത്തു. അത് ആ കാലത്തെ ഏറ്റവും വലിയ റെക്കോർഡ് തുകയ്ക്കാണ് OTT ദൃശ്യം 2 എടുക്കുന്നത്. അതിനുശേഷം എല്ലാ തലങ്ങളിലും എനിക്ക് തോന്നുന്നു OTT വന്നതിന് ശേഷം വിദേശ മാർക്കറ്റിലൊക്കെ ദൃശ്യം 2ന് ഭയങ്കര മാർക്കറ്റായി. അതിനിടയിലാണ് നമ്മുടെ അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം 2 എഴുതുന്നത്. അത് എനിക്ക് 100 കോടി രൂപയ്ക്ക് മുകളിൽ അത് ഹിന്ദിയിൽ നിന്ന് എഴുതിയതാണ്. വേറൊരു പ്രത്യേകത ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ഹിന്ദിക്കാർ പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യമാണ് എന്നുള്ളത്. അത് മലയാളമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അവരതിന് നടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ദൃശ്യം അവരുടെയാണ് എന്ന രീതിയിൽ അവരങ്ങ് എടുത്തു. അത് പണ്ടുതൊട്ടേ അങ്ങനെയാണല്ലോ. പക്ഷേ മലയാളികൾക്കും അതുപോലെ അന്യഭാഷക്കാർക്കുമൊക്കെ അറിയാൻ ദൃശ്യം മലയാളത്തിൻ്റെ പൊതുസ്വത്താണ് എന്ന് മനസ്സിലായി. ദൃശ്യം 3 ഇറങ്ങാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ലടാ ഞങ്ങൾക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന രീതിയിൽ ചൈനീസിലും കൊറിയയിലും ഒക്കെ തന്നെ ദൃശ്യം 3യെ പറ്റിയുള്ള അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയ കാലം വരെയാണ്. അപ്പം ജിത്തു എവിടെ തിരിഞ്ഞാലും ജിത്തുവിന് എത്ര ചിത്രങ്ങൾ ജിത്തു സംവിധാനം ചെയ്താലും ജിത്തുവിനോട് എല്ലാവരും ചോദിക്കുന്നത് ദൃശ്യം 3 എന്തായി എന്ന് വേണ്ടിയാണ് ജിത്തുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജിത്തു സത്യം പറഞ്ഞാൽ സഖി കെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിന്ദിയിൽ നിന്ന് ദൃശ്യം 3 ഇറങ്ങുന്നു എന്ന് പറയുന്നൊരു വാർത്ത വരുന്നു. അജയ് ദേവ്ഗണിൻ്റെ ചിത്രം ഓഗസ്റ്റ് മാസം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അത് അടുത്ത കൊല്ലം തിയേറ്ററിൽ വരുമെന്നാണ് പറഞ്ഞു കേട്ട വാർത്ത. അജയ് ദേവ്ഗണിൻ്റെ കരിയറിലെ മികച്ച ഒരു കൊല്ലമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു റെയ്ഡ് 2 എന്ന് പറയുന്നത് മികച്ച ചിത്രമാണെങ്കിലും അത് പ്രതീക്ഷിച്ച വരുമാനമൊന്നും ആ ചിത്രത്തിന് നേടാൻ പറ്റിയില്ല. പിന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ദൃശ്യം 3. പക്ഷേ അത് മലയാളത്തിൽ ഒറിജിനൽ മലയാളം ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു വിപുല ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക. ഏതായാലും പനോരമ സ്റ്റുഡിയോസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ദൃശ്യം 3 ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് തുടങ്ങി അടുത്ത കൊല്ലം റിലീസ് ആകും എന്ന്.
അപ്പം നമുക്ക് വെറുതെ ഇരിക്കാനാവില്ലല്ലോ. മലയാള സിനിമ ഇപ്പം ഇനി റീമേക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മോഹൻലാൽ സിനിമകൾ എല്ലാ പ്രദേശങ്ങളും അംഗീകരിച്ച ഒരു സമയമാണ്. അപ്പം ദൃശ്യം 3 പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് റിലീസ് ചെയ്യാം. പഴയ കാലമൊക്കെ മാറി, റീമേക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ദൃശ്യം 3 ഉടനെ ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ ജിത്തു ജോസഫ് പങ്കുവെക്കുന്നത്. ജിത്തു ജോസഫ് തൻ്റെ ഒരു കുറിപ്പിൽ കോഫി ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്ഷൻ നോക്കിയിട്ടുകൊണ്ടാണ് ആ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. തൻ്റെ പേജിലിട്ടു, സീൻ നമ്പർ 24 ജോർജ് കുട്ടിയുടെ വീട്. അപ്പോൾ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. ജിത്തു തിരക്കഥ എഴുതി തുടങ്ങി. അത് ഈ സെപ്റ്റംബറിൽ ഈ ചിത്രം ഷൂട്ടിംഗ് ആരംഭിച്ച് ഡിസംബറിൽ ഇത് റിലീസ് ചെയ്യും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം വരുന്നത്. അപ്പോൾ ഹിന്ദി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒറിജിൻ മലയാളം ദൃശ്യം ഇറങ്ങുന്നു. ദൃശ്യത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. അതെന്തായി തീരും എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം. അപ്പം മറ്റൊരു പാൻ ഇന്ത്യൻ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പാണ് ദൃശ്യം 3. മറ്റൊരു ചിത്രമാണ് മാർക്കോ. ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മാർക്കോ. ഉണ്ണി മുകുന്ദൻ്റെ കരിയർ തന്നെ മാറ്റി എഴുതിയ ചിത്രമാണ് മാർക്കോ. മാർക്കോയെ പറ്റി നിരവധി പോസിറ്റീവുകളും നിരവധി നെഗറ്റീവുകളും ഒക്കെ എപ്പോഴും ഉള്ള ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും സിനിമ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും മാർക്കോയുടെ നെഗറ്റിവിറ്റിയാണ് പലരും ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വയലൻസ് കൂടിപ്പോയി. നമ്മളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം കുട്ടികൾക്കും ഇച്ചിരി മനക്കട്ടി ഇല്ലാത്തവർക്കും ഒക്കെ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസ് ആയിരുന്നു. മലയാളത്തിൽ ഇത്രയും വയലൻസ് നിറഞ്ഞ ഒരു ചിത്രം ഉണ്ടായിട്ടേ ഇല്ല. ഇതിനാരാടാ സെൻസറിങ് അംഗീകാരം കൊടുത്തത് എന്ന് പലരും ചോദിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം മാർക്കോയുടെ വൻ വിജയമാവുന്നു. എല്ലാ ഭാഷയിലും വൻ വിജയം, ഹിന്ദിയിലായാലും തമിഴിലായാലും എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ച ചിത്രമാണ് മാർക്കോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സൂപ്പർ താര പദവി കൊടുത്ത ചിത്രമാണ് മാർക്കോ. ആ മാർക്കോയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്. പക്ഷേ ഒരു അഭിമുഖത്തിൽ സംവിധായകനും ഉണ്ണി മുകുന്ദനും ഒക്കെ സ്ഥിരമായിട്ട് പറയുമായിരുന്നു, ഇതിന് എത്ര പാട്ട് വേണമെങ്കിലും എടുക്കാം, 1, 2, 3, 4, 5 എത്ര വേണമെങ്കിലും എടുക്കാം അല്ലേ, എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം അതിൻ്റെ സ്റ്റൈലാണല്ലോ, വിജയിച്ചാൽ ഇതിൻ്റെ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഉണ്ണി മുകുന്ദൻ തൻ്റെ ഇൻസ്റ്റയിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ ഒരു കമൻറ്റുമായിട്ട് ഒരു അന്യഭാഷ സിനിമാ പ്രേമി മാർക്കോ 2 എന്തായി എന്ന് ചോദിച്ചപ്പം അതിനുള്ള കമൻറ്റിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, നെഗറ്റിവിറ്റി കൂടുതലാണ് ആ ചിത്രത്തിന്, അതുകൊണ്ട് ആ ചിത്രം മാർക്കോ 2 സ്റ്റോപ്പ് ചെയ്തു, ഇനി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇതിലും വലുത്, ഇതിലും മികച്ച ചിത്രങ്ങൾ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം മാർക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു ചിത്രം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ മാർക്കോ പോലെ മറ്റൊരു ചിത്രം അണിയറയിൽ ഒരു പക്ഷേ ഒരുങ്ങിയേക്കാം അല്ലേ. അപ്പം ഉണ്ണി മുകുന്ദൻ മാർക്കോ കഴിഞ്ഞതിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ ചിത്രങ്ങൾ ഇറങ്ങിയായിരുന്നു, പക്ഷെ അത് തികഞ്ഞ പരാജയമായിരുന്നു. ആ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഉണ്ണി മുകുന്ദനും അങ്ങനെ അങ്ങോട്ട് മാറാൻ വലിയ പാടായിരിക്കും അല്ലേ. ആ അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ ഇനി എത്തുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ പറ്റൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലാലേട്ടൻ പറഞ്ഞതുപോലെ ദൃശ്യം 3 ഈ കൊല്ലമോ അടുത്ത കൊല്ലമോ മലയാള സിനിമയെ മാറ്റിമറിക്കാൻ വീണ്ടും എത്തും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം പുതിയ സിനിമാ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ, ബൈ.